തനിക്കും തന്റെ ആശയങ്ങൾക്ക് നേരെ എതിർപ്പുണ്ടാവുന്നത് ആദ്യമായിട്ടല്ലെന്ന് ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ ജാവേദ് അക്തർ. തനിക്ക് ഇരുപക്ഷത്തു നിന്നുമുള്ള മൗലികവാദികളിൽ നിന്ന് എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ജാവേദ് അക്തർ പറഞ്ഞു. ജാവേദ് അക്തർ മുഖ്യാതിഥിയായതിൽ ജാമിയത്ത് ഉലമ ഈ ഹിന്ദിന്റെ എതിർപ്പിനെ തുടർന്ന് പശ്ചിമ ബംഗാൾ ഉറുദു അക്കാദമിയുടെ പരിപാടി മാറ്റിവെച്ച സംഭവത്തിൽ ഒരു ദേശീയ മാധ്യമത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ചിലർ എന്നെ ജിഹാദി എന്ന് വിളിക്കും, എന്നോട് പാകിസ്ഥാനിലേക്ക് പോവാൻ പറയും. വേറെ ചിലർ എന്നെ കാഫിർ എന്ന് വിളിക്കും. ഉറപ്പായും ഞാൻ നരകത്തിൽ പോകുമെന്നും അതിനാൽ പേര് മാറ്റണമെന്നും ആവശ്യപ്പെടും. മുസ്ലിം പേരിന് ഞാൻ അർഹനല്ലെന്നും അവർ പറയും, ജാവേദ് അക്തർ പറഞ്ഞു. കഴിഞ്ഞ 10-25 വർഷത്തിനിടെ മുംബൈ പോലീസ് തനിക്ക് കുറഞ്ഞത് 4 തവണയെങ്കിലും സുരക്ഷ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല അത്. അതിൽ 3 തവണയും മുസ്ലിം സംഘടനകളുടെ ഭീഷണിയെ തുടർന്നായിരുന്നു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ സിനിമയിലെ ഉറുദു ഭാഷയുടെ സംഭാവനകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പരിപാടി ഓഗസ്റ്റ് 31 തുടങ്ങേണ്ടതായിരുന്നു. സംവാദങ്ങളും കവിതാലാപനവും സാംസ്കാരിക പ്രകടനങ്ങളും ഉൾപ്പെടുന്നതായിരുന്നു പരിപാടി. ഇതിനെതിരെ ജാമിയത്ത് ഉലമ ഈ ഹിന്ദിന്റെ കൊൽക്കത്ത യൂണിറ്റ് പ്രതിഷേധവുമായി രംഗത്തെത്തി. തുടർന്നാണ് പരിപാടി മാറ്റിവെക്കുന്നതായി ബംഗാൾ ഉറുദു അക്കാദമി അറിയിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി മാക്സ്.